പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നിങ്ങൾക്ക് സമാധാനം. വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായി കൈമാറുന്നത്, നിങ്ങളെ കേൾക്കാൻ അനുവദിക്കുന്നത്. കഴിഞ്ഞ ദിവസം എൻ്റെ ജീവിത പങ്കാളി എനിക്ക് വാട്സപ്പിൽ ഒരു ഓഡിയോ അയച്ചു. അത് ഫോർവേഡ് ഓഡിയോയാണ്, ഒരാളെൻ്റെ ഭാര്യയോട് സംസാരിക്കുന്ന ഓഡിയോയാണ്. അതിൻ്റെ കാതൽ ഇത്രയേ ഉള്ളൂ: ദൈവത്തിൻ്റെ മരുന്നുകുപ്പി എന്ന പുസ്തകം ജനങ്ങൾ മിസ്യൂസ് ചെയ്യുകയും ദൈവവചനത്തെ, ദൈവവിശ്വാസത്തെ വ്യഭിചരിക്കുകയും ചെയ്യുന്നതിന് ഇടയാകുന്നു എന്ന് തോന്നുന്നു. ഒന്ന് ശ്രദ്ധിക്കണേ എന്ന്. എന്താണ് ഈ പറഞ്ഞതെന്നും എന്തുകൊണ്ടാണ് പറഞ്ഞതെന്നും അതിനുള്ള ഉത്തരം എന്ത് എന്നും അറിയാൻ ഈ വീഡിയോ നിർബന്ധമായും മുഴുവനും നിങ്ങൾ കേൾക്കുക. പക്ഷേ ആദ്യമായാണ് എന്നെ നിങ്ങൾ കേൾക്കുന്നതെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കേട്ടുകൊണ്ടിരിക്കുമെന്ന് തന്നെ താഴെ റെഡ് ഐക്കൺ കാണും, സബ്സ്ക്രൈബ്, അതൊന്ന് അമർത്തിയാൽ മതി. തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടെ അമർത്തുകയാണെങ്കിൽ ഇതിനകത്ത് ഓൾറെഡി ഉള്ള 500ഓളം പ്രസംഗങ്ങൾ നിങ്ങൾക്ക് സ്വസ്ഥമായിരുന്ന് കേൾക്കാനും കാര്യങ്ങൾ പഠിക്കാനും പറ്റും. നമ്മൾ നേരെ വിഷയത്തിലേക്ക് വരുന്നു. ദൈവത്തിൻ്റെ മരുന്നുകുപ്പി എന്ന പുസ്തകം ഒരു 2 വർഷം മുമ്പാണ് പ്രിൻ്റ് ചെയ്യുന്നത്. അത് അങ്ങനെ ഒരു പേര് കേട്ടപ്പോൾ തന്നെ ജനങ്ങൾക്കെല്ലാം കൗതുകമായിരുന്നു. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് എന്നത്? അത് ഉണ്ടാകാനുള്ള ചില ദൈവവചനങ്ങൾ സങ്കീർത്തനം 107 19 20, ഏശയ്യ 55 10 11, അതുകൂടാതെ സുഭാഷിതങ്ങൾ 4 20 മുതൽ 24 വരെ. പക്ഷെ ഒരു പ്രത്യേകതയുണ്ട്. ഈ പുസ്തകം ഇറങ്ങിയതിന് ശേഷം ഇന്നലെ എനിക്ക് അയച്ചു തന്നിരുന്ന ആ ഓഡിയോയിലെ വ്യക്തി പറഞ്ഞത് ഇങ്ങനെയാണ്: ബ്രദറെ, ഞാൻ ഇന്ന് വരെ ഫിലോക്കാലിയെ കൂടാൻ വേണ്ടി വന്നിട്ടില്ല. പക്ഷേ എൻ്റെ സ്വന്തം പെങ്ങൾ ഫിലോക്കാലിയെ കൂടിയായിരുന്നു. വളരെ തൃപ്തികരവും വളരെ ഹാപ്പിയുമായിരുന്നു. അവർ തിരിച്ചു വന്നപ്പോൾ, ധ്യാനം കഴിഞ്ഞ് വന്നപ്പോൾ കൊണ്ടുതന്നതാണ് മരുന്നുകുപ്പി. ഞാൻ ആ മരുന്നുകുപ്പി വായിച്ചപ്പോൾ അതിനകത്ത് ജീവിതത്തിലെ ഓരോ വിഷയങ്ങൾക്കും ആശ്വാസമായി, വിടുതലായി ദൈവവചനം കണ്ടപ്പോൾ സന്തോഷിച്ചതാണ്. പക്ഷേ ഇത് എൻ്റെ നാട്ടിൽ ഒത്തിരി പേർക്ക് ഇങ്ങനെ ഇതിൻ്റെ കോപ്പികളൊക്കെ എടുത്ത് വിതരണം ചെയ്തു. അതിങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം ഇപ്പോൾ എന്നെ ദുഃഖിപ്പിക്കുന്നൊരു കാര്യം, ഞങ്ങൾക്ക് കുറേ വാട്സപ്പ് ഗ്രൂപ്പുകളുണ്ട്. ഏതെങ്കിലും ഒരു ഗ്രൂപ്പിൽ ആരെങ്കിലും ഒരു പ്രാർത്ഥനാ സായി, എനിക്ക് ഇച്ചിരി കടബാധ്യത കൊണ്ട് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ ഉടനെ ഈ വചനം ഇത്ര പ്രാവശ്യം എഴുതുക, അല്ലെങ്കിൽ ഇത്ര പ്രാവശ്യം കാണാതെ പറയുക എന്ന് അങ്ങ് പറഞ്ഞു വിടുകയാണ്. അവിടെ ഈ വ്യക്തിയുടെ ജീവിതത്തിൽ വിശുദ്ധി ഉണ്ടോന്നോ, അവൻ ദൈവത്തിൽ വിശ്വാസമുണ്ടെന്നോ, അവന് ബൈബിളിനെ കുറിച്ച് വല്ല പരിചയമുണ്ടെന്നോ, അവന് കൂദാശ ജീവിതമുണ്ടോ, ഇതൊന്നും ചോദിക്കുന്നില്ല. ഇതൊരു തരം സൂത്രത്തിൽ കാര്യം നടത്താൻ വേണ്ടി ജനങ്ങളെ പറ്റിക്കുക. ബ്രദറിൻ്റെ ഈ മരുന്നുകുപ്പി വന്നതിന് ശേഷം ഇപ്പോൾ യൂട്യൂബ് തുറന്നു കഴിഞ്ഞാൽ പിന്നെ കാണാൻ ഇത് മാത്രമേ ഉള്ളൂ. ഇന്ന പ്രശ്നമാണോ നിങ്ങൾക്ക്, അതിന് ഇന്ന വചനം ഇത്ര പ്രാവശ്യം എഴുതുക, ഇത്ര പ്രാവശ്യം പറയുക, ഇത്ര പ്രാവശ്യം ഇവിടെ ഒട്ടിക്കുക, ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സത്യത്തിൽ ഇതുകൊണ്ട് മാത്രം വിടുതലാവുമോ എന്ന് ആ വ്യക്തി ചോദിക്കുന്നത്. എന്നിട്ട് ആ വ്യക്തി അതിൻ്റെ അടിയിൽ പറഞ്ഞു, ഇങ്ങനെ ചെയ്യുന്നത് ഒരു തരത്തിൽ ദൈവവചനത്തെ വ്യഭിചരിക്കലല്ലേ എന്ന് ചോദിച്ചു. ഓഡിയോ അയച്ച വ്യക്തി എന്നെ കേൾക്കുമെന്ന് എനിക്കറിയാം. ഞാൻ താങ്കളോട് പറയുന്നു, താങ്കൾ പറഞ്ഞത് വാസ്തവമാണ്. ഇതൊരു തരം സ്പിരിച്വൽ വ്യഭിചാരമാണ്. അപ്പോൾ പിന്നെ എന്താണ് ഈ മരുന്നുകുപ്പി അറിയണ്ടേ? മരുന്നുകുപ്പി എന്തെന്നറിയാൻ 2018 അതുപോലെ തന്നെ 2017 2016 അപ്ലോഡ് ചെയ്ത നോമ്പുകാല ധ്യാനങ്ങൾ ഈ യൂട്യൂബ് ചാനലിൽ നിന്ന് കേൾക്കാവൂ. അപ്പോഴേ മനസ്സിലാവുള്ളൂ. കാരണം 6 മണിക്കൂർ ഒരു ക്ലാസ് ക്രിസ്റ്റോളജിയെക്കുറിച്ച്, ക്രിസ്തു ആര് എന്നതിനെക്കുറിച്ച് പഠിപ്പിച്ചിട്ടാണ് ഈ മരുന്നുകുപ്പി കൈ കൊടുക്കുന്നത്. ഒന്നും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ, വെറുതെ ഇത് കാണാതെ പഠിച്ചത് കൊണ്ടല്ല ഒരാൾ രക്ഷപ്പെടുക. അങ്ങനെയാണെങ്കിൽ എത്രയോ വിശ്വാസമില്ലാത്ത ഹൈന്ദവരായ ആളുകളും മുസ്ലിമീങ്ങളായ ആളുകളും നിരീശ്വരവാദികളായ ആളുകളും ബൈബിളിൽ എന്തുമാത്രം വചനങ്ങൾ കാണാതെ പഠിച്ചിട്ടുണ്ട്. അവർക്കെല്ലാം വിടുതൽ കിട്ടിയോ? അവിടെയാണ് നിങ്ങൾക്ക് തെറ്റുപറ്റിയത്. ഇത് കാണാതെ പഠിക്കുന്നത് കൊണ്ടല്ല വിടുതൽ ലഭിക്കുന്നത്. നമ്മൾ ആദ്യം അറിയേണ്ടത്, ഞാൻ ചില ദൈവവചനങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. ഒന്നാമത് എഫേസ്യസ് 6:11 ഒന്ന് ഓർത്ത് വായിക്കണം. എഫേസ്യസ് 6:11 അതിങ്ങനെയാണ്: സാത്താൻ്റെ കുടില തന്ത്രങ്ങൾ എതിർത്ത് നിൽക്കാൻ ദൈവത്തിൻ്റെ എല്ലാ ആയുധങ്ങളും ധരിക്കുവേൻ. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? നമ്മുടെ ജീവിതത്തിൽ സാത്താന് കുടില തന്ത്രങ്ങൾ ഉപയോഗിക്കും. നിന്നെക്കാളിലും എന്നെക്കാളിലും ലോകത്തിലുള്ള സകല മനുഷ്യരെക്കാളിലും സൂത്രശാലി ആരാന്ന് ചോദിച്ചാൽ അത് സാത്താനാണ്. മക്രുൽ മാക്രീൻ, തന്ത്രജ്ഞന്മാരിലെ ഏറ്റവും വലിയ തന്ത്രജ്ഞൻ സാത്താനാണ്. അപ്പം ഒരു പക്ഷേ ഈ മരുന്നുകുപ്പിയെ സൂത്രത്തിൽ നിങ്ങളിൽ നിന്ന് തട്ടിക്കളയാൻ വേണ്ടി അവൻ ഉപയോഗിക്കുന്ന മെത്തേഡുകളായിരിക്കാം ഇപ്പോൾ യൂട്യൂബിൽ കാണുന്ന ഈ സൂത്ര പരിപാടികൾ നിങ്ങളെ പഠിപ്പിക്കുന്നത്. ദൈവത്തിൻ്റെ മരുന്നുകുപ്പി ഒരിക്കലും അങ്ങനെ സൂത്ര പരിപാടി പഠിപ്പിക്കാൻ വേണ്ടി പറഞ്ഞ ഒന്നല്ല. അത് ആദ്യം അറിയുക. 2,
ഈ ഉൽപ്പത്തി 3:6 പറയുന്നത് ഇങ്ങനെയാണ്: ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദവും കണ്ണിന് കൗതുകവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യമാണെന്ന് കണ്ട് അവൾ അത് പറിച്ചു തിന്നു. എപ്പോഴും ശാത്താൻ നമുക്ക് ചെയ്യുന്നതെന്നാണ് കണ്ണിന് കൗതുകവും നാവിന് രുചികരവും അറിവേകാൻ കഴിവുള്ളതും എന്നൊക്കെ കാണിക്കുക. അതായത് എൻഡൈസിങ്, നമ്മളെ പ്രലോഭിപ്പിക്കുക എന്നുള്ളത് ശാത്താൻ്റെ ഒരു പണിയാണ്. അപ്പോൾ ഈ എളുപ്പത്തിൽ കാര്യം നടത്താൻ വേണ്ടി ജനങ്ങളെ ഇങ്ങനെ ഫൂളാക്കുക എന്നത് ഇപ്പോൾ ശാത്താൻ്റെ ഒരു വലിയ തന്ത്രമാണ്. അല്ലേ? നിങ്ങൾ കണ്ടിട്ടുണ്ട്, യൂട്യൂബ് തുറന്നു നോക്കിയാൽ ഒരു ദിവസം കൊണ്ട് ഇംഗ്ലീഷ് പഠിക്കുന്നത് എങ്ങനെ, ഒരു ദിവസം കൊണ്ട് ക്യാൻസർ മാറ്റുന്നത് എങ്ങനെ, ഒരു ദിവസം കൊണ്ട് വീട് പണിയുന്നത് എങ്ങനെ, ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. ജനങ്ങളെ ഇങ്ങനെ മോഹിപ്പിച്ച് കള്ള വാക്കുകൾ. ഇതേപോലെയാണ് ഇപ്പോൾ വചനവും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം കൊണ്ട് വിടുതൽ കിട്ടാൻ ഈ വചനം ഇത്ര പ്രാവശ്യം, അല്ലേ? ഇതിങ്ങനെ കേൾക്കുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ്. അവരുടെ ജീവിത വിശുദ്ധിയും ഇതുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതങ്ങ് കാണാതെ പഠിച്ചാൽ കാര്യം തീരുമെന്നാണ്. എന്നിട്ട് കുറേ പേര് കാണാതെ പഠിച്ച് കാര്യം തീരാതെ ദൈവവചനത്തെ കുറ്റപ്പെടുത്തുന്നു, പ്രാസംഗികരെ കുറ്റപ്പെടുത്തുന്നു. അതുകൊണ്ട് ദയവ് ചെയ്ത് ഇങ്ങനെയുള്ള മിഥ്യാധാരണകൾ നൽകുന്ന പ്രസംഗങ്ങൾ, അതാരായാലും, ഇപ്പം ഞാനാണെങ്കിൽ ഞാൻ, എൻ്റെ കൂട്ടുകാരാണെങ്കിൽ കൂട്ടുകാർ, അല്ലെങ്കിൽ എനിക്കറിയാത്തവരാണെങ്കിൽ അവർ, അത് ജനങ്ങൾക്കൊരു തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നുണ്ട് എങ്കിൽ നമ്മൾ അതിനെ ഒന്നും കൂടെ വ്യക്തതയോടെ പഠിപ്പിക്കുന്നതല്ലേ നല്ലത്. ദാറ്റ് ഈസ് ട്രൂ. ഇനി നമ്മൾ വായിക്കേണ്ടത് ഈ മരുന്ന് കുപ്പിയെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പഠിപ്പിക്കുന്നത് എന്നാ, ഒരു മനുഷ്യന് ഈ ഭൂമിയിൽ എത്ര പ്രശ്നങ്ങളുണ്ട് എന്ന് ആദ്യം പഠിപ്പിക്കും. അത് പഠിപ്പിക്കുന്നത് ബൈബിളിൽ നിന്ന് മാത്രമല്ല, ഹിന്ദുമതം, ജൈനമതം, ബുദ്ധമതം, സിഖ് മതം, ടാവോയിസം, കൺഫ്യൂഷനിസം, ഷിൻഡോയിസം, സൊറോസ്ട്രിയനിസം, ജൂഡായിസം, ക്രിസ്ത്യാനിറ്റി, ഇസ്ലാം, മാവോയിസം, മോട്ടീസം, ലോകത്തിലുണ്ടായ സകല ചരിത്ര മതങ്ങളും എടുത്തിട്ട് ഓരോ മതവും പ്രശ്നങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നതിനെക്കുറിച്ച് പഠിപ്പിക്കും. പ്രശ്നത്തിന് കാരണം എന്തെന്ന് പഠിപ്പിക്കും. ഓരോ മതത്തിലും പ്രശ്നത്തിലുള്ള പരിഹാരം പഠിപ്പിക്കും. എന്നിട്ട് അതിൻ്റെ പെർഫെക്റ്റ് പരിഹാരമായി പൂർണ്ണനായ ഗുരുവായ അല്ലെങ്കിൽ പൂർണ്ണനായ വിമോചകനായ യേശുവിലേക്ക് എത്തും. യേശുവിലേക്ക് എത്തുമ്പോൾ പറയും അവിടെ വ്യക്തമായിട്ട്, പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായവൻ എങ്ങനെയാണ് നമ്മളുടെ മരണത്തെ ഇല്ലാതാക്കിയതെന്നും നമ്മളുടെ 6 പ്രശ്നങ്ങൾ എടുത്തതെന്നും അത് നമ്മൾ സ്വന്തമാക്കാൻ ദൈവവചനത്തിൽ വിശ്വാസത്തോടെ നമ്മൾ എന്തൊക്കെ സ്വീകരിക്കണമെന്നും പഠിപ്പിച്ചിട്ടാണ് മരുന്ന് കുപ്പി കൊടുക്കുന്നത്. ആ ബാക്ക്ഗ്രൗണ്ട് അറിയാതെ നമ്മൾ അതിനെ കൊണ്ടുപോയിട്ട് ദുർവ്യാഖ്യാനം ചെയ്യാൻ നിന്നാൽ അത് കേൾക്കുന്ന ആളുകൾ പിന്നീട് യൂട്യൂബിൽ ഇങ്ങനെ ടോക്കിടും, ഇന്ന പ്രശ്നത്തിന് ഇന്ന വചനം വായിക്കുക, ഇന്ന പ്രശ്നത്തിന് ഇന്ന വചനം വായിക്കുക. നോ, ദാറ്റ്സ് നോട്ട് ഗോയിങ് ടു വർക്ക് ഔട്ട്. അതുകൊണ്ട് മാത്രം നിങ്ങളുടെ പ്രശ്നത്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ കിട്ടില്ലെന്നുള്ളത് ഉറപ്പാണ്, ഒരു സംശയം വേണ്ട. കാരണം നമ്മളിങ്ങനെ വായിക്കുന്നത് വെളിപാട് പുസ്തകം 12:11. ഐ റിപ്പീറ്റ്, വെളിപാട് പുസ്തകം 12:11 വായിക്കുന്നത് ഇങ്ങനെയാണ്: അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി, ജീവൻ നൽകാനും അവർ തയ്യാറായി. എന്താ അല്ലേ ഭംഗി? ഒന്ന് ശ്രദ്ധിച്ച് കേട്ടെ. അവരാകട്ടെ കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും അവൻ്റെ മേൽ വിജയം നേടി. നമുക്ക് തിന്മയുടെ മേൽ വിജയം നേടാൻ, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കുന്ന, സമൂഹത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് വിജയം നേടാൻ, കുടുംബത്തിൽ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് വിജയം നേടാൻ, സാമ്പത്തികമായി നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നത്തിൽ നിന്ന് വിജയം നേടാൻ, ശാരീരികമായി നമ്മൾ അനുഭവിക്കുന്ന രോഗങ്ങളിൽ നിന്ന്, ദുരിതങ്ങളിൽ നിന്ന് വിജയം നേടാൻ, മാനസികമായി നമ്മൾ അനുഭവിക്കുന്ന ദുഃഖം, നിരാശ, കഷ്ടം, ആകുലത, സങ്കടം എന്നിവയിൽ നിന്ന് നമുക്കൊരു വിടുതൽ നേടാൻ, ആത്മീയമായി നമ്മൾ അനുഭവിക്കുന്ന ആത്മനിയന്ത്രണമില്ലാത്ത പാപ സ്വഭാവത്തിൽ നിന്ന് ഒരു വിടുതൽ നേടാൻ, ചെയ്യണ്ട എന്ന് വിചാരിച്ച് പലതും ചെയ്തു പോവുക, ചെയ്യണ്ട എന്ന് കരുതിയത് ചെയ്തു പോവുക മാത്രമല്ല, ചെയ്യണമെന്ന് വിചാരിച്ച് ചെയ്യാൻ പറ്റാതെ പോവുക, ഇങ്ങനെ ആത്മനിയന്ത്രണമില്ലാതെ നമ്മൾ കഷ്ടപ്പെട്ടു പോകുന്ന വഴിയിൽ നിന്ന് വിജയം നേടാൻ 2 സംഗതികളാണ് ബൈബിൾ പറയുന്നത്. കുഞ്ഞാടിൻ്റെ രക്തം എന്തായി പറഞ്ഞത്? നിങ്ങളുടെ ഉള്ളിൽ ഒരിക്കലും ഒരു മന്ത്രവാദത്തിലോ അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തോ ഒരു വ്യക്തിയിലോ ഒന്നിലും ഒരു ശക്തിയില്ലെന്നുള്ള ഉത്തമ ബോധ്യം വേണം. കുഞ്ഞാടിൻ്റെ രക്തമാണ് ഇതിൻ്റെ എല്ലാം അടിസ്ഥാനം. അതായത് യേശുവിനെ മുറുകെ പിടിക്കണം. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യോഹന്നാൻ സ്ലീഹ ഭംഗിയായിട്ട് പറയുന്നത് ഇങ്ങനെയാണ്: മരുഭൂമിയിൽ പിച്ചള സർപ്പത്തെ ഉയർത്തിയതുപോലെ മനുഷ്യപുത്രനും ഉയർത്തപ്പെടണം. എന്തായി പറഞ്ഞതിൻ്റെ അർത്ഥം? മരുഭൂമിയിൽ വെച്ച് സർപ്പം, അതായത് വിഷമുള്ള സർപ്പം കടിക്കുന്നു, അപ്പം തന്നെ പിടഞ്ഞ് മരിക്കുന്നു. അങ്ങനെ ജനങ്ങൾ മരിച്ചപ്പോൾ മോശ പ്രാർത്ഥിക്കുക, തമ്പുരാനെ എന്തെങ്കിലും ഒരു വഴി തരുമോ, പിച്ചള സർപ്പം ഉണ്ടാക്കാൻ പറഞ്ഞു. അതിലേക്ക് നോക്കിയപ്പോൾ അവരുടെ വിഷം ഇറങ്ങിപ്പോയെന്നുള്ളതാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ, കുരിശിനെ പൂർണ്ണമായി സ്വീകരിച്ചാൽ മാത്രം, അതായത് പൂർണ്ണ ദൈവവും പൂർണ്ണ മനുഷ്യനുമായ യേശുവിനെ പൂർണ്ണമായി വിശ്വസിക്കുകയും അതരം കൊണ്ട് ഏറ്റുപറയുകയും ചെയ്യുന്നതോടൊപ്പം സാക്രമെൻ്റൽ ലൈഫ്, കൂദാശ ജീവിതം, കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ട്, ഒന്നും കൂടെ പറഞ്ഞാൽ വിശുദ്ധ കുർബാന വിശുദ്ധിയോടെ സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തണം. എങ്ങനെ? നിങ്ങൾക്ക് ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ അതിന് ഇന്ന വചനം കാണാതെ പഠിച്ചാൽ മാത്രം പോരാ. നിങ്ങൾ ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ പോയി സ്വസ്ഥമായി ഇരുന്ന് നിങ്ങളെ തന്നെ ഒന്ന് അനലൈസ് ചെയ്ത് നിങ്ങളിൽ കണ്ടെത്തുന്ന ചെറുതും വലുതുമായ, രഹസ്യമായി പരസ്യമായി
അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ സകല പാപങ്ങളും ഒന്ന് കുറിച്ചെടുത്തിട്ട് തൊട്ടടുത്ത് ഏതെങ്കിലും ഒരു ദേവാലയത്തിൽ പോയി ഒരു വൈദികൻ്റെ മുമ്പിൽ മുട്ടുകാലും മടക്കി നിങ്ങളുടെ പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞ് നിങ്ങളൊരു പുതിയ സൃഷ്ടിയാണെന്ന് ബോധ്യപ്പെട്ടതിന് ശേഷം നിങ്ങൾ പോയി വിശുദ്ധ കുർബാന സ്വീകരിക്കുക, കർത്താവിൻ്റെ രക്തശരീരം ഭക്ഷിക്കുക. അത് കഴിഞ്ഞിട്ട് വേണം നിങ്ങൾ ഈ മരുന്ന് കുപ്പിയിൽ നിന്ന് നിങ്ങളുടെ പ്രശ്നവുമായി ബന്ധപ്പെട്ട മരുന്ന് കണ്ടിട്ട് അത് നിങ്ങൾ കണ്ണുകൊണ്ട് കണ്ട്, കൈകൊണ്ട് തൊട്ട്, വാ കൊണ്ട് വായിച്ച്, കാതുകൊണ്ട് കേട്ടി, ഹൃദയത്തിൽ സൂക്ഷിച്ച് എല്ലാ ദിവസവും ആഹാരശേഷം നിങ്ങൾ ഏറ്റുപറയുന്നു. അതല്ലെങ്കിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഏറ്റുപറയുന്നു, അല്ലെങ്കിൽ എഴുന്നേൽക്കുമ്പോൾ ഏറ്റുപറയുന്നു, അല്ലെങ്കിൽ 3 പ്രാവശ്യം ഡെയിലി ഏറ്റുപറയുന്നു. ഡെഫിനറ്റ്ലി കർത്താവ് എന്താണോ കുരിശിൽ ചെയ്തത് അത് നിങ്ങൾ വിശ്വസിക്കുകയും അതിനായി കർത്താവിൻ്റെ വചനമനുസരിച്ച് നിങ്ങൾ നിങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്തതിന് ശേഷം ഈ വചനം നിങ്ങൾ കാണാതെ പഠിച്ചാൽ ഈ വിത്ത് നിങ്ങളുടെ കോൺഷ്യസ്, സബ് കോൺഷ്യസ്, അൺകോൺഷ്യസിലേക്ക് ഇറങ്ങിച്ചെന്ന് അത് അവിടെ വളരുകയും അത് ഫലം പുറപ്പെടുവിക്കുകയും ചെയ്യുമെന്നത് തീർച്ചയാണ്. അതുകൊണ്ട് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ ആരും ഈ മിഥ്യാധാരണയിൽ ഇന്നതാണോ പ്രശ്നം ഇന്നത് കാണാതെ പഠിക്കുക, ഇന്നതാണോ പ്രശ്നം ഇന്നത് കാണാതെ പഠിക്കുക എന്ന് വിചാരിച്ച് കാണാതെ പഠിച്ചതുകൊണ്ട് സംഗതി മാറുമെന്ന് വിശ്വസിക്കേണ്ടത് ഇല്ല. ഒരു ഉപോത്ബലകമായി ഇതൊന്ന് വ്യക്തമായി മനസ്സിലാക്കാൻ വേണ്ടി ഈ 2 വചനങ്ങളും കൂടെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം. അപ്പസ്തോല പ്രവൃത്തി 19:15. അരിപ്പീര് അപ്പസ്തോല പ്രവൃത്തി 19:15. എന്നാൽ അശുദ്ധാത്മാവ് അവരോട് ഇപ്രകാരം പറഞ്ഞു, യേശുവിനെ എനിക്കറിയാം, പൗലോസിനെ എനിക്കറിയാം, നിങ്ങൾ ആരാണ്. അതായത് പൂർണ്ണമായി ക്രിസ്തുവിൽ വിശ്വാസമില്ലാതിരിക്കുകയും ഒരു കൂദാശ ജീവിതം നയിക്കുകയും ചെയ്യാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം, ഒരു വിശുദ്ധ ജീവിതം നയിക്കാത്ത ഒരാൾ യേശുവിൻ്റെ നാമത്തിൽ പിശാചിനെ പുറത്താക്കാൻ ചെന്നതാണ്. അപ്പോൾ ആ പിശാച് അവരോട് ചോദിച്ചത്, എടാ എനിക്ക് പൗലോസിനെ അറിയാം, എനിക്ക് പത്രോസിനെ അറിയാം, താൻ ആരാന്ന് ചോദിച്ചത്. എന്നിട്ട് അവരെ മറിഞ്ഞ് കീഴ്പ്പെടുത്തി എന്ന് പറഞ്ഞിരിക്കുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ നന്മ കിട്ടും എന്ന് വിചാരിച്ച് നമ്മൾ ചെയ്യുന്ന കുറേ ആത്മീയ കാര്യം കൂടുതൽ തിന്മയിലേക്ക് നയിച്ചതായിട്ട് ഒത്തിരി പേര് സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. എന്താ കാര്യം എന്നറിയോ? വിശുദ്ധിയില്ലാതെയും ദൈവത്തെ സ്വീകരിക്കാതെയും ഉള്ളിൽ കർത്താവില്ലാതെയും പുറത്തു പോയിട്ട് നിങ്ങൾ പിശാചിനെ ഓടിക്കാൻ വേണ്ടി ഇത് കാണാതെ പഠിച്ചാൽ മതി എന്നും പറഞ്ഞ് പോയാൽ നേരെ റിവേഴ്സ് എഫക്റ്റാണ് ഉണ്ടാകുക. അവർ അവനെ കീഴ്പ്പെടുത്തിയെന്നാണ് പറഞ്ഞിരിക്കുന്നത് പിശാച്. പൗലോസിനറിയാം, പത്രോസിനറിയാം, യേശുവിനറിയാം, താനാരാ? അങ്ങനെയുള്ളൊരു ചോദ്യം പിശാചിൽ നിന്ന് വരാതിരിക്കാൻ നിങ്ങൾ എളുപ്പത്തിൽ ചെയ്യാനാണ് പറഞ്ഞത്. കുഞ്ഞാടിൻ്റെ രക്തം കൊണ്ടും അത് കഴിഞ്ഞിട്ട് സാക്ഷ്യത്തിൻ്റെ വചനം കൊണ്ടും വേണം നിങ്ങൾ തിന്മയുടെ മേൽ വിജയം വരിക്കാൻ. ഒരു വചനവും കൂടെ ഒന്ന് ചുമ്മാ നോട്ട് ചെയ്ത് നന്നായിരിക്കും. അത് ഹെബ്രായർ 2:14-15 വരെയുള്ള വാക്യങ്ങളാണ്. വീഡിയോയുടെ ലെങ്ത് കൂടുന്നത് കൊണ്ട് ഞാനിതിവിടെ നിർത്തുന്നതിൻ്റെ മുമ്പ് വളരെ പ്രധാനപ്പെട്ട ഒരു സന്ദേശം പറയാനുള്ളത്, എല്ലാ മാസവും ഞങ്ങൾ നടത്തുന്ന ഒരു ധ്യാനമാണ് ഫിലോകാലിയ ധ്യാനം. ഫിലോകാലിയ എന്ന് പറഞ്ഞാൽ നന്മയിലൂടെ, വിശുദ്ധിയിലൂടെ, സ്നേഹത്തിലൂടെ, ആന്തരിക സൗന്ദര്യത്തിലൂടെ ജീവിത ആനന്ദം കണ്ടെത്തുക, ആത്മീയതയിൽ വളരുക എന്നുള്ളതാണ്. അറ്റൈനിങ് ബ്ലിസ് ത്രൂ ഗുഡ്നെസ്, ഹോളിനെസ് ആൻഡ് ലവ്. ഇത് നിങ്ങൾക്ക് ആർക്കെങ്കിലും പങ്കെടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ച് ബുക്ക് ചെയ്യേണ്ട നമ്പറാണ് 9400455523. ഈ വരുന്ന ദിവസങ്ങളിൽ ധ്യാനം നടക്കുന്നത് കാലിഫോർണിയയിലും അതുപോലെ തന്നെ ഹ്യൂസ്റ്റണിലുമാണ്. നിങ്ങളുടെ ഫ്രണ്ട്സുകൾ ആരെങ്കിലും ഈ രാജ്യങ്ങളിൽ, ഈ സ്ഥലങ്ങളിൽ ഉണ്ടെങ്കിൽ അവർ ഈ ഇൻഫർമേഷൻ നൽകുകയും ധ്യാനത്തിൽ പങ്കെടുക്കാൻ പ്രേരിപ്പിക്കുകയും ചെയ്യുമെന്ന് വിശ്വാസത്തോടെ നിർത്തുന്നു. ദൈവത്തിൻ്റെ കൃപയും സമാധാനവും അനുഗ്രഹവും ഇന്നും എന്നും നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. ആമേൻ.